എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ലൈവ് ആളുകൾ കണ്ടു തുടങ്ങിയോ? ആരെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളത്. യെസ്, ആളുകൾ വന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ആദ്യത്തെ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു വിവാദം വന്നപ്പോൾ തന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ബഹ്റിനിലൊക്കെ ആയിരുന്നു, വളരെ പരിപാടികൾ, ബാക്ക് ടു ബാക്ക് പരിപാടികളായതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ആ ഒരു റെലവൻസ് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ പ്രേംകുമാർ ഇപ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. നമ്മുടെ സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ, ചില സീരിയലുകൾ എന്നാണ് പറഞ്ഞത്, എൻഡോസൾഫാൻ പോലെ വളരെയധികം വിഷലിപ്തമായ കാര്യങ്ങളാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സെൻസറിങ് ആവശ്യമാണ് എന്നൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ധാരാളം പേർ മുന്നോട്ട് വന്നു. അപ്പോ അതിലെന്താണ് ആക്ച്വലി ഇതില് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പോൾ ആക്ച്വലി ആ ഒരു കുറെ വിവാദമായപ്പോൾ പ്രേംകുമാർ ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, എനിക്കതിൽ വ്യത്യസ്ത അഭിപ്രായമില്ല, ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, സീരിയലുകൾ സെൻസറിങ്ങിന് വിധേയമാകണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവും. എനിക്കും കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ സംസാരിക്കണം എന്ന് ആലോചിച്ചാണ്. ചില സന്ദർഭങ്ങളിൽ ചില സീരിയലുകളുടെ നമ്മൾ ഇതൊക്കെ മാറ്റുമ്പോൾ, നമ്മൾ ചാനലൊക്കെ മാറ്റുമ്പോൾ ചില സംഭവങ്ങൾ നമ്മൾ കാണും. അപ്പൊ നമ്മളതൊന്ന് നിർത്തി നോക്കും, എന്താണ് ഇപ്പൊ സംഭവം എന്ന്. അപ്പൊ കണ്ട അതിലെ ചില മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അതിലെ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഇതിനു മുമ്പേ സംസാരിക്കണം എന്ന് ആലോചിച്ചതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭം വന്നതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പ്രതികൂലിച്ച് സംസാരിച്ച ആളുകൾ പലരും പറഞ്ഞു കേട്ടത് ഇത് എത്രയോ പേരുടെ അന്നമാണ്, ഇത് സീരിയൽ മേഖല എന്ന് പറയുന്നത് എത്രയോ പേരെ തീറ്റിപ്പോറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമാണ്, അപ്പൊ അതിനെ അടച്ചാക്ഷേപിക്കരുത്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്റ്റർ പ്രേംകുമാർ പറഞ്ഞത് സീരിയലുകളെ പൂർണ്ണമായി നിർത്തലാക്കണം എന്നാണോ? അല്ല. എല്ലാ സീരിയലുകളും മോശമാണെന്നാണോ? അല്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സീരിയലുകളിൽ ചിലത് വളരെയധികം വിഷലിപ്തമായിട്ടുള്ള പല ആശയങ്ങളുമാണ് നമ്മുടെ പൊതുജനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഇൻജക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സിനിമ എങ്ങനെയാണോ സെൻസറിങ്ങിന് വിധേയമാകുന്നത് അതേ രീതിയിൽ തന്നെ സീരിയലുകളും സെൻസറിങ്ങിന് വിധേയമാകണമെന്നാണ്. ഇതിൽ സീരിയലിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാതെ പറഞ്ഞതായിരിക്കാം ഈ പ്രതികൂലിക്കുന്ന ആളുകൾ. കാരണം ഈ പ്രതികൂലിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളുടെ വാദമുഖങ്ങളിൽ വലിയ കാര്യമുണ്ട്, കഴമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വളരെയധികം കാര്യമാത്ര പ്രസക്തമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളും സീരിയലുകൾ എത്രയോ കാലമായിട്ട് നമ്മുടെ പൂമുഖത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീജനങ്ങളുടെ ഒരു പ്രധാന ഒരു എന്റർടൈൻമെന്റ് ഉപാധിയാണ് സീരിയലുകൾ. അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അത് തെറ്റാണോ ശരിയാണോ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. പക്ഷേ ഒരു സിനിമ ഒരു ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സീരിയലുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. അത് നമുക്കല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം എന്താ, സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെയിലി കിട്ടുന്ന ഡോസാണ്. നമ്മളൊരു സിനിമ കണ്ടു, ചിലപ്പോൾ അത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. പക്ഷേ സീരിയലുകൾ അങ്ങനെയല്ല. ഇത് 500, 1000, 2000 എപ്പിസോഡ്, വർഷങ്ങളാണ് ഓരോ സീരിയലുകളും അല്ലെ? എത്ര വർഷങ്ങളാണ് ഓരോ സീരിയലുകളും, എത്രയോ എപ്പിസോഡുകളാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഡെയിലി ഉള്ള, അപ്പൊ നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു ഡോസാണത്. അപ്പൊ അത് ഒരു ജനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇത് കാണുന്ന ആളുകളുടെ ബുദ്ധിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അതൊരു സിനിമ കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് സിനിമയ്ക്ക് ഇവിടെ സെൻസറിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സീരിയലിന് ആവശ്യമില്ല? സീരിയലുകളിൽ ഒരു പൊതുജനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെൻസർ ചെയ്ത് മാറ്റപ്പെടേണ്ടത് തന്നെയല്ലേ? അങ്ങനെ എനിക്ക് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ചിലത് കണ്ടപ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി എന്നുള്ളത്. അതെന്താണെന്നറിയോ? അയ്യോ എൻ്റെ അമ്മേ, ചില സീരിയലുകളിൽ സീരിയലുകളിൽ പ്രധാനമായിട്ടും പ്രൊജക്ട് ചെയ്യുന്നത് വളരെയധികം
ഞാൻ എല്ലാ സീരിയലുകളെയല്ല പറയുന്നത്, പക്ഷെ ചില സീരിയലിലൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള, അതായത് സ്ത്രീകൾക്കെതിരെ ഒരു പാവപ്പെട്ട നല്ല അല്ലെങ്കിൽ ഒരു നന്മയുടെ നിറകുടമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരുണ്ടായിരിക്കും. എന്നാൽ ആ സ്ത്രീകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന അധിക കഥാപാത്രങ്ങളും സ്ത്രീകൾ തന്നെയാണ്. ഒന്നുകിൽ മരുമകളായിരിക്കും, അല്ലെങ്കിൽ അമ്മായിയമ്മയായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ഏതെങ്കിലും സ്ത്രീജനങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ, അതായത് സ്ത്രീകളെ ഉപദ്രവിക്കാൻ പ്രധാനമായിട്ടും കഥാപാത്രങ്ങളാക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. അത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ ഈ കാണുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പലർക്കും അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, ചതി, വഞ്ചന, അല്ലെങ്കിൽ കൊലപാതക ശ്രമം, അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള പല 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 കാര്യങ്ങളാണ് ഇന്ന് സിനിമയേക്കാൾ വലിയ ക്ലാരിറ്റിയോടുകൂടി അല്ലെങ്കിൽ റിയാലിറ്റിയോടുകൂടി നമ്മൾ ഇന്ന് സീരിയലിൽ കാണുന്നത്. അതിപ്പോൾ റൊമാൻസ് ആയാലും ശരി, വയലൻസ് ആണെങ്കിലും ശരി, സിനിമയെ പലപ്പോഴും കടത്തി വെട്ടുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് പലപ്പോഴും പല സീരിയലുകളിലും. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പല ആശയങ്ങളും മനസ്സിൽ എന്നും നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള പലതും കണ്ടിരിക്കുമ്പോൾ ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയെ സ്വാധീനിക്കും, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ സ്വാധീനിക്കും. നാളെ നിങ്ങൾ ഒരാളോട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് കുട്ടികളെ ഇതിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. എനിക്ക് സീരിയലിന്റെ പേരൊന്നും ഓർമ്മയില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ കാണുമ്പോൾ വില്ലൻ കഥാപാത്രമായിട്ടൊക്കെ നിൽക്കുന്നത് കുട്ടികളാണ്. 4-5 വയസ്സുള്ള കുട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അവരുടെ വായ കൊള്ളാത്ത പല പല വാക്കുകളും അല്ലെങ്കിൽ ഡയലോഗൊക്കെ പറയുന്നു. വീട്ടിലുള്ള വേറെ കുട്ടികൾക്കെതിരെ അവർ പലതരത്തിലും എന്താ പറയാ ഗൂഢാലോചന നടത്തുന്നു, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യൂ. അപ്പൊ അതൊക്കെയാണ് ആക്ച്വലി ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള രീതിയിൽ, കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചത്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ കാണുന്ന കുട്ടികൾ ഇപ്പൊ ആ വീട്ടിലുണ്ടെങ്കിൽ ഈ കുട്ടികൾ നാളെ ഇതേ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അപ്പൊ എന്നെ കൂടുതൽ ബാധിച്ചത് അതാണ്. രണ്ട് രീതിയിലും ഇത് പ്രശ്നമാണ്. കാരണം വലിയ ആളുകൾക്കിടയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഡെയിലി ഒരു സ്ലോ പോയ്സണിങ് പോലെ, അല്ലെ? നമ്മൾ ദിവസേന കുറച്ച് വിഷം കഴിക്കുന്ന പോലെയാണ് പലപ്പോഴും ചില സീരിയലുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുത്തിവെക്കുന്നത്. അതിൽ തന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം കുട്ടികളെ ഇതിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് കുട്ടികളെ ഉപയോഗിക്കുക, അവർ പറയാത്ത പല വാചകങ്ങൾ, ഡയലോഗുകളൊക്കെ ആ കുഞ്ഞു വായ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ സീരിയലുകളിൽ ഉണ്ട് എന്നിരിക്കെ അതിനൊരു സെൻസറിങ് വേണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് അതിലൊരു പ്രശ്നം? സെൻസറിങ് എന്തുകൊണ്ട് നല്ലതല്ലേ? അപ്പോൾ ഇത് നാളെ കുട്ടികൾക്കിടയിൽ ഒരു തെറ്റായ പ്രവണത ഉണ്ടാക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സീനുകൾ അവർക്ക് മാറ്റാം. അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ, സ്ത്രീജനങ്ങൾക്കിടയിൽ ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ടും അതൊരു നല്ല ട്രെൻഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ എന്തിനാണ് എതിർക്കുന്നത് നമ്മള്? അപ്പോ സിനിമയ്ക്ക് സെൻസറിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ പൂമുഖത്തെത്തുന്ന ദിവസേന, അതായത് ഒരു ആഴ്ചയിൽ 5-6 ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ അത്രത്തോളം സ്വാധീനിക്കുന്ന സീരിയലുകൾക്ക് എന്തുകൊണ്ട് സെൻസറിങ് വേണ്ട? ഇവിടെ ഏത് രീതിയിലാണ് സീരിയലുകൾ അഫക്റ്റഡ് ആവുന്നത്? ഒരിക്കലുമില്ല. അതിൽ നിന്ന് അന്നം എടുക്കുന്ന, ഉപജീവനമാർഗം എടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്? അതിലെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെ മാറ്റുന്നു, ഒരു അരിപ്പ പോലെ, അല്ലെങ്കിൽ ഒരു ഫിൽട്രേഷൻ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരിക്കലും സീരിയൽ രംഗത്തെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെ മോശമായിട്ട് ബാധിക്കേണ്ട ഒരു കാര്യമില്ല. അതിലെ ആളുകളെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ആളുകളെ ഇത് മോശമായിട്ട് ബാധിക്കേണ്ടതില്ല. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർക്കും അല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസും ഒക്കെ സിനിമയുടെ സെൻസറിങ്ങിനെ എതിർക്കണ്ടേ? അങ്ങനെ അവർ എതിർക്കുന്നില്ലല്ലോ. എന്നിട്ട് സിനിമാ വ്യവസായത്തിന് സെൻസറിങ് ഉള്ളത് കൊണ്ട് സിനിമാ വ്യവസായത്തിന് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചോ? ഒരിക്കലുമില്ല. അത് അതിന്റെ ക്വാളിറ്റി കൂട്ടിയിട്ടേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ സീരിയലുകൾ എന്തിനാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്? അപ്പോൾ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം, അതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവർ അത് വേറെ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടും നല്ലതാണ്, അത് സീരിയൽ മേഖലയ്ക്ക് നന്മ മാത്രമേ ഉണ്ടാക്കൂ എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് ടെൻഡൻസീസ്, മോശമായിട്ടുള്ള പ്രവണതകൾ, ഞാനൊരു സീരിയൽ പോലും കാണാത്ത വ്യക്തിയാണ്. പക്ഷെ ഞാനിങ്ങനെ
മാറ്റി മാറ്റി ചാനൽ മാറ്റുന്ന സമയത്ത് ചില സമയത്ത് കാണുന്ന ചില സീനുകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളുടെ കൂടി അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ? അതെ, ലഹരി പോലെയാണ്, അതിന് അഡിക്റ്റ് ആയി പോകും. ശരിയാണ്. നമ്മൾ അപ്പൊ ഇന്നൊരു കഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നാളെ നമുക്കത് അറിയാനുള്ള ഒരു ടെൻഡൻസി അല്ലെ. ഇത് സീരീസ് പോലെയാണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരീസുകൾ ഇറങ്ങില്ലേ, അപ്പൊ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിനിമയേക്കാൾ വലിയ ത്രില്ലറും സസ്പെൻസും ഒക്കെയാണ് ഇന്ന് സീരിയലുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്മമാരും നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരും വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെയാണ് ഇത് സ്വാധീനിക്കുന്നത്. അപ്പോൾ അവർക്കൊരു എന്റർടൈൻമെന്റ് ആവശ്യമാണ്, അവരിത് കാണുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കരുത്. നമ്മുടെ മനസ്സിൽ ഇത് നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള ചിന്തകൾ കുത്തി നിറയ്ക്കരുത്, വിഷം കുത്തി നിറയ്ക്കരുത് എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് സെൻസറിങ് ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സിനിമ പോലെ സീരിയൽ രംഗത്തും സെൻസറിങ് ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചില ഡയലോഗുകൾ കേട്ടാൽ നാണം വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെ ഇതിൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു അസ്വാഭാവികത. കുട്ടികളെ ഉപയോഗിച്ചോട്ടെ, ഇപ്പൊ ഒരു സീരിയലിൽ കുട്ടികളെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കുട്ടികളുടെ റോളുകൾ ചെയ്യാൻ കുട്ടികൾ വേണം. പക്ഷേ ഈ രീതിയിലൊക്കെ നെഗറ്റീവായിട്ട് ഭയങ്കരമായ വില്ലൻ കഥാപാത്രങ്ങളായിട്ട്, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളായിട്ടൊക്കെ നമ്മുടെ മക്കളെ കാണിക്കുമ്പോൾ ഇത് കാണുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ വീട്ടില്? അപ്പൊ അവരും നാളെ ഈ രീതിയിൽ വേറെ കുട്ടികളടുത്ത് മോശമായിട്ട് പെരുമാറാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഉപജാപങ്ങൾ ചെയ്യാനൊക്കെ അവരുടെ തലയിൽ ഇതൊക്കെ നമ്മൾ കുത്തി നിറയ്ക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. യെസ്, അതെ, സെൻസറിങ് ആവശ്യമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് സെൻസറിങ് വരുന്ന സമയത്ത് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളതിന് ഒരു കടിഞ്ഞാൺ വരും, അല്ലെ? ഇത് സെൻസറിംഗിൽ ഇത് കട്ട് ചെയ്ത് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇതിന് കഥ എഴുതുന്ന ആളുകൾ, അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിക്കും. അപ്പോൾ എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കാണിക്കാം എന്നുള്ളതിൽ നിന്ന് ഒരു കൺട്രോൾ, ഒരു ഡിസിപ്ലിൻ ഡെഫിനറ്റ്ലി ഇതിന് വരും. അത് എന്തുകൊണ്ടും നല്ല ഒരു തീരുമാനമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. യെസ്, സീരിയൽ വേണ്ട എന്നാണ് അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു കലയാണ്, അല്ലെ? ഇപ്പൊ സീരിയൽ ആണെങ്കിലും സിനിമയാണെങ്കിലും അതുവഴി ഉപജീവന മാർഗം നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. അതിൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, ഇതിന്റെ ടെക്നീഷ്യൻസ് ഉണ്ട്, ഇതിന്റെ ക്യാമറാമാൻ, അതിന്റെ പിന്നിൽ എത്ര വലിയൊരു ഫോഴ്സിന്റെ ഹാർഡ് വർക്ക് ഉണ്ട്. അവരുടെ ഹാർഡ് വർക്ക് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. സോ ഒരിക്കലും നിർത്തലാക്കണം, ഇതാ ഞാൻ പറയുന്നത്. ഇപ്പൊ സീരിയൽ നിർത്തലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. കാരണം ഇത് എത്രയോ പേരുടെ ചോറാണ്. പക്ഷേ സീരിയലിന് സെൻസറിങ് വരണം എന്നുള്ളതിനെ എതിർക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യം, സിനിമകളെ പോലെ ടി വി പരിപാടികൾക്കും സത്യമാണ്, അതെ, അത് തന്നെയാണ് വേണ്ടത്. ടി വി പരിപാടികൾക്കും എല്ലാത്തിനും ഒരു സെൻസറിങ് ബോർഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് വമിപ്പിക്കുന്ന ചില പരിപാടികളൊക്കെ ബോഡി ഷേമിങ്, ഞാൻ പലപ്പോഴും പല കോമഡി പരിപാടികളും ഒരു ഉളുപ്പുമില്ലാതെ ബോഡി ഷേമിങ് നടത്തുന്ന, എന്നിട്ട് അത് കേട്ട് ചിരിക്കുകയാണ്. അപ്പൊ ഇതിലൊക്കെ എവിടെയാണ് കോമഡി? സത്യത്തിൽ പല കോമഡി പരിപാടികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന പല പരിപാടികളിലും വളരെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ എന്താ പറയാ, റിഗ്രസീവ് ആയിട്ടുള്ള, അതായത് ഈ കാലഘട്ടത്തിലൊന്നും നമ്മൾ പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കോമഡി എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ഇതിനെല്ലാത്തിനും ഒരു സെൻസറിങ് വരുന്നത് വളരെയധികം നല്ലതാണ്. യെസ്, അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്ന് തോന്നി. കുറെ ദിവസമായി സംസാരിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി. പക്ഷേ ഇന്നത്തെ അതിന്റെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ പ്രേംകുമാർ, നമ്മുടെ എല്ലാവരുടെയും പ്രേംകുമാർ, അദ്ദേഹം ഈ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുവിട പുറത്തോട്ട് പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. എനിക്കതിൽ അദ്ദേഹത്തിനോട് വളരെയധികം ഒരു റെസ്പെക്ട് തോന്നി. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ വരുമ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് പിൻവലിക്കുകയോ ഒക്കെയാണ് പതിവ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, സെൻസറിങ് വേണമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സീരിയലിനെതിരെയല്ല പറഞ്ഞത്, പക്ഷെ സീരിയലിലുള്ള ചില തെറ്റായ പ്രവണതകൾക്കെതിരെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞത് ഈ ഒരു റീസെന്റ് ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാമെന്ന്, അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കാപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെലവെന്റ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ, ലവ് യു.